ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്. ഹലോ ഗായ്സ്, ഇത് കൊള്ളാം. ഇത് മേടിച്ചു തരുമോ? ഹായ് പറ. ഹായ്. ഹലോ, അപ്പോൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്. അപ്പം അവിടെ പോയിട്ട് വിശേഷങ്ങൾ കാണാം. വായോ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. ഡ്രസ്സ് എപ്പോഴും ഞങ്ങൾ കാറോ സ്കൂട്ടറോ ഒക്കെ എടുത്താൽ പോകാറിരുന്നത്. ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ ബസ്സിന് പോയി. ഒരു വെറൈറ്റിക്കല്ല, ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം കയ്യിൽ കാശില്ല. സോ ഞങ്ങൾ പെട്രോൾ കോസ്റ്റൊക്കെ ലാഭിക്കാമെന്ന് വിചാരിച്ചു. സോ KSRTC കയറി. നല്ല വൈബായിരുന്നു. അങ്ങനെ ലുലു മോൾ എത്തി. പെട്ടെന്ന് ഒരു 5 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ ഞങ്ങളുടെ അവിടെ നിന്ന്. ലുലു മോൾ എത്തി. ഇവരെ കാണാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ, ഇവരല്ല, അതെ അവിടെ കിടക്കുന്നു. അവളെ കാണാനാണ് വന്നത്. ഹലോ ഗായ്സ്, ഹായ് പറ ശിവേട്ട. ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് അനന്യ. അനന്യ എന്തെങ്കിലും പറയൂ. ഗായത്രി ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ട മേടിച്ചു തരുമോ? എന്നാ എനിക്ക് ഇത് മേടിച്ചാ ബില്ലാക്കാം. അതാ സെറ്റ്. അല്ലല്ല അത് അല്ല, ഇത് 3 വേണം. കൊള്ളാം എല്ലാം. ഇത് കൊള്ളാം. ഇത് മേടിച്ചു തരുമോ? എനിക്ക് ചേരും. മേടിച്ചതാ. ആക്ച്വലി ഞാൻ അവരോട് ചുമ്മാ ശിവേട്ടനെ കളിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് മേടിച്ചതെന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവരെനിക്ക് ഗിഫ്റ്റ് മേടിച്ച് തരാനാ പോലെ സ്റ്റുഡിയോയിൽ കയറി. എനിവേ ഞാൻ കുറേ വേണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവർ കേട്ടില്ല. അങ്ങനെ എനിക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് കുറച്ച് ടൈറ്റാണ് ഈ ഡ്രസ്സ്. അപ്പോൾ വീണ്ടും അവൾ എനിക്ക് വേറൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തെടുത്തു തന്നു. അതെനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്തു, അത് ഫിക്സ് ചെയ്തു. ഈ ഡ്രസ്സാണത്. ഇഷ്ടപ്പെട്ടോ? ഒന്ന് വെച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫിക്സ്. പിന്നെ അവിടെ കുറേ പുതിയ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ വന്നായിരുന്നു. അതൊക്കെ ഒന്ന് ചുമ്മാ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി തിരിച്ചു വെച്ചു. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ. കയ്യിലൊക്കെ ഒന്നാക്കി ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വെച്ചു. ഒന്നും മേടിച്ചില്ല, വേറെ ഒന്നും മേടിച്ചില്ല ഞങ്ങളാരും. അവിടെ കുറേ ആക്സസറീസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇതുപോലെ ഒരു വാച്ച് മേടിക്കണം. നല്ല കൊള്ളായിരുന്നു, എല്ലാം കാണാൻ ക്യൂട്ടായിരുന്നു. ബട്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഗിഫ്റ്റ്സ് കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ് ആ ബർത്ത്ഡേക്ക്. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, എൻ്റെ ദാരിദ്ര്യം പറച്ചിൽ കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവന്മാർ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നെ. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റ്. ശിവേട്ടനും അനിയനയ്ക്കും താങ്ക്സ്, നന്ദിയുണ്ടേ. ഞാൻ കുറേ പറഞ്ഞു അവരോട് വേണ്ട, ഇപ്പോൾ വേണ്ട, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അവസാനം അവർ തന്നെ ചൂസ് ചെയ്ത്, അവൾ തന്നെ എനിക്ക് ചൂസ് ചെയ്ത് തന്നു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അവളെ ചൂസ് ചെയ്ത്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഒന്നും നമ്മുടെ സൈസിന് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഒന്നിക്കൽ എക്സ്ട്രാ സ്മോളും ലാർജും ഒക്കെ ആയിരുന്നു ഉള്ളത്. എൻ്റെ സൈസാണെങ്കിൽ സ്മോൾ ഓർ മീഡിയം ആയിരുന്നു. അത് രണ്ടും കുറവായിരുന്നു. നമുക്ക് ഡിസൈൻസ് പാറ്റേൺസ് ഇഷ്ടപ്പെടുമ്പം സൈസ് കിട്ടത്തില്ല, സൈസ് ഇഷ്ടപ്പെടുമ്പോൾ പാറ്റേൺസ് കിട്ടത്തില്ല. അങ്ങനെയാണ്. എനിവേ ഞങ്ങൾ കുറേ അവിടെ ചുമ്മാ കുറേ ഡ്രസ്സൊക്കെ നോക്കി. എല്ലാം സമ്മർ കളക്ഷൻ ആയിരുന്നു. നല്ല 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 ഡ്രസ്സസ് ഉണ്ട്. ഈ ഡ്രസ്സ് ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ പാറ്റേൺ ഡ്രസ്സ് ഞാൻ ഇടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ തല
ഡ്രസ്സിൻ്റെ ഇടയിൽ കൂടെ പൊങ്ങി വരുന്നു. ഒരു കോഴിച്ചെറുക്കനെ തലയിതേ കാണാം നിങ്ങൾക്ക്. കണ്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഡിസിഷൻ മാറ്റി. പുറത്തൊരു നല്ല കടയുണ്ട്, അവിടുന്ന് നെയ്ച്ചോറും ചിക്കൻ സ്റ്റ്യൂവും കിട്ടുമെന്ന് പറഞ്ഞ് ശിവേട്ടൻ. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പം അതിനിടയിൽ കൂടെ ഞങ്ങൾ ആ ഫൺ ടൂറേയും പിന്നെ താഴെ എന്തോ ചോക്ലേറ്റ് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ നോക്കി വന്നു. നേരെ അടുത്ത ഫുഡ് സ്പോട്ടിലോട്ട് പോയി. ഫുഡ് കണ്ടേരെ എന്നോട് വീഡിയോ ഓൺ ആക്കേണ്ട കാര്യം മറന്നു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഷോട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ഇതേ ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പം ഇന്നത്തെ ഔട്ടിങ് അത്രയേ ഉള്ളൂ. നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. ശിവേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഔട്ടിങ് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഇത്രയും ക്ഷമയോടെ കാണാമെന്ന് മനസ്സിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് വരും, എല്ലാവരും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.